ഇരുട്ട് വീണ് കഴിയുമ്പോൾ ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആണ് ഉറക്കം ട്രിഗർ ചെയ്യപ്പെടുന്നത്. ശരിക്കും ഗോളിന് തൊട്ട് മുമ്പാണ് നമുക്ക് ഉണർച്ച ഉണ്ടാകുന്നത്, ഗോളിലല്ല. ഗോളിന് തൊട്ട് മുമ്പ് ഇപ്പം അടിക്കുമോ ഇല്ലയോ, കഫീൻ വന്ന് ബൈൻഡ് ചെയ്തു, അടുത്ത ദിവസം വരുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ കാർ കൊണ്ടുവരുമ്പോൾ അവിടെ വേറെ ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൻസർ ഓൺ ആയിട്ടില്ല, പറ്റിക്കുകയാണ്. നേതാക്കൾ എപ്പോഴും ഉണർന്നിരിക്കുകയും സജീവമായിരിക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശൈല ടീച്ചർ ഒരു ഉറങ്ങുന്ന ഒരു ദൃശ്യം നമുക്ക് കിട്ടും. കളിയിൽ നടന്നതും നമ്മൾ സ്വപ്നത്തിൽ കണ്ടതും കൂടിയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. കിടന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള റിക്ലൈനേഴ്സ് ഒക്കെ തിയേറ്ററിലുണ്ട്. റിക്ലൈനർ സ്റ്റേഡിയത്തിലില്ല. ചായക്കകത്ത് കഫീൻ കൂടാതെ L-ടൈൻ എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ കൂടിയുണ്ട്. ഇത് നമ്മളെ കുറച്ചുകൂടി കാമാക്കും. കാപ്പി നമുക്കൊരു സ്പൈക്കാണ് തരിക, പെട്ടെന്ന് ഒരു ഉണർച്ചയാണ് തരിക. നമ്മളിതിനെ പറ്റിക്കുകയാണ് ശരിക്കും ഈ കാപ്പി കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമസ്കാരം. നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഉറക്കക്ഷീണത്തിലായിരിക്കും. ആൺ പെൺ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഉറക്കക്ഷീണത്തിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണല്ലോ. സമയമില്ലാത്ത സമയത്താണ് കളി നടക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ പലതാണ്. പ്രത്യേകിച്ചും ലളിതം എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ തന്നെ സങ്കീർണമാണ്. ശാരീരികമായി നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളാണ് പ്രത്യേകിച്ചും പറയുന്നത്. ഉറക്കം തന്നെയാണ് പ്രധാന കാര്യം. ഈ സാഹചര്യത്തിലെ ടോക്ക് ഷോ വിത്ത് കെ വി മധുവിൽ ഈ ആഴ്ച ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ശാസ്ത്ര പ്രചാരകൻ, അധ്യാപകൻ ഒക്കെയായ രതീഷ് കൃഷ്ണനാണ്. മാഷെ, സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ ഇത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് മാഷക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ലോകകപ്പ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ തന്നെ അവസ്ഥ അറിയാലോ. കളി കാണുന്ന, പ്രത്യേകിച്ചും പഴയ കാലമൊന്നുമല്ല, ആണും പെണ്ണും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ആവേശത്തോടെ കാണുന്ന വളരെ പോസിറ്റീവായ സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമായേക്കാവുന്ന ഒരു കാര്യം കൂടിയാണല്ലോ ഫുട്ബോൾ. നമ്മളിങ്ങനെ പോകുമ്പം ഈ ഉറക്കം ഒഴിയുന്നത്, പ്രത്യേകിച്ച് കളി അങ്ങനത്തെ സമയത്താണ്, ഇങ്ങനെ അങ്ങ് ഉറക്കം ഒഴിയുന്നത് നല്ലതാണോ? ഉറക്കം ഒഴിയുന്നത് ഒരു കാരണവശാലും നല്ല കാര്യമല്ല. ഉറക്കം പൊതുവിൽ ഉറക്കത്തിൻ്റെ ഒരു രജിസ്റ്റർ ശരീരം സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഉറക്കം ഒഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കടമായിട്ടാണ് ശരീരം മാർക്ക് ചെയ്യുക. അപ്പോൾ ആ കടം വീട്ടേണ്ടി വരും, പിന്നീട് ഉറങ്ങി വീട്ടേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണ ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഉറക്കം ഒഴിയുമ്പോൾ പിറ്റേ ദിവസം ഉറങ്ങി ആ കടം അങ്ങ് വീട്ടാം. പക്ഷേ ലോകകപ്പ് പോലെ 1.5 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു മഹാമേളയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എളുപ്പം നമുക്ക് വീട്ടിൽ തീർക്കാനായിട്ട് കഴിയില്ല. കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരമല്ലാത്തൊരു നേരത്താണ് കളി നടക്കുന്നത്. ഓരോ കളിയൊക്കെ 3 മണി വരെയൊക്കെ തുടർന്ന് പോകുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ സ്വാഭാവികമായ പ്രവർത്തനത്തെ മുഴുവൻ ബാധിക്കും. നമ്മുടെ തീരുമാനം എടുക്കാനുള്ള ശേഷിയെ ബാധിക്കും. ഡ്രൈവ് ചെയ്യാൻ നേരത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാം. ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഉറക്കം ഒഴിയുന്നത് ഒട്ടും നല്ല ഒരു കാര്യമല്ല. പക്ഷേ ലോകകപ്പാണ്, ആളുകൾ നമ്മൾ ഒഴിയുന്ന ഉറക്കം പിന്നീട് ഏതെങ്കിലും സമയം നമ്മൾ കണ്ടെത്തി തീർക്കണം അല്ലേ? അത് നമ്മൾ വെറുതെ അങ്ങ് കണ്ടെത്തി തീർക്കാനായിട്ട് കഴിയില്ല. അതിന് ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഉറക്കം ഒഴിയുമ്പോൾ അത് ഉണ്ടാക്കുന്ന സ്റ്റീപ്പ് ഡെറ്റാണ്. ആ കടം ഭയങ്കര വലുതാണ്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. അത് തൊട്ടടുത്ത ദിവസം തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതല്ലാതെ ആഴ്ചയുടെ അവസാനം ചെയ്യാൻ പറ്റില്ല. കടം വാങ്ങിച്ചിട്ട് ആഴ്ചയുടെ അവസാനം തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ ശരീരത്തിനാവില്ല. അത് ശരീരം അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് തീരുമാനം എടുക്കാനുള്ള നമ്മുടെ ശേഷിയിലുള്ള വ്യത്യാസം, കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാനുള്ള നമ്മുടെ ശേഷിയിലുള്ള വ്യത്യാസം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി മൊത്തത്തിൽ കുറയും ഉറക്കം ഒഴിഞ്ഞു കഴിയാൻ നേരത്ത്. ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവമാണെങ്കിൽ, ഞാൻ 10 വർഷത്തോളം പത്രങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പോൾ രാത്രി വൈകുന്നേരം 6 മണിക്ക് ഡെസ്കിൽ ആണ് കൂടുതൽ കാലം. ഇപ്പോൾ രാത്രി 6 മണിക്ക് ജോലി തുടങ്ങിയ രാവിലെ 2 മണി വരെ പോയി ഇത് കഴിഞ്ഞ് ഉറക്കവും വരില്ല. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും കഴിച്ച് ഉറങ്ങുമ്പോൾ 4-5 മണിയാവും. പിന്നെ ഒരു 12 മണിക്കൊക്കെയാണ് ഉറക്കം അറിയുക. അപ്പോൾ പിന്നീട് ആ ദിവസം നമുക്ക് ഒന്ന് ഉണർവ് വരണമെങ്കിൽ 4-5 മണിയാവും, അപ്പോഴേക്ക് ഡ്യൂട്ടി ആവും. ഈ ഉറക്കം ഏതെങ്കിലും സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയാൽ മതിയോ, അതോ ഈ രാത്രി തന്നെ ഉറങ്ങണമെന്നുണ്ടോ? ഇത് രാത്രി തന്നെ ഉറങ്ങേണ്ടതുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ശരിക്കും ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലോക്ക് അതിൻ്റെ ക്യൂസ് എടുക്കുന്നത് വെളിച്ചത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഇരുട്ട് വീണ് കഴിയുമ്പോൾ, പൊതുവെ വെളിച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആണ് ഉറക്കം ട്രിഗർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റും വെളിച്ചമുണ്ട്. അപ്പോൾ ഈ വെളിച്ചം പൊതുവിൽ തലച്ചോറിന് തെറ്റായ ഒരു സിഗ്നൽ കൊടുക്കും, ഉറങ്ങാനുള്ള സമയം അല്ല എന്ന സിഗ്നൽ കൊടുക്കും. പക്ഷേ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി 2 മണി വരെ ഡെസ്കിൽ ഇരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ചായ കുടിക്കും. അപ്പോൾ ഈ ചായയും കാപ്പിയും ഒക്കെ നമ്മളതിൽ ബാധിക്കും. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും ഒരു പുലർച്ചയ്ക്ക് ആയിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ എഴുന്നേൽക്കുന്ന സമയമാകും. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും പൊതുവിൽ ചുറ്റും വെളിച്ചമായി. അപ്പോൾ ഈ വെളിച്ചം നമ്മുടെ തലച്ചോറിന് തെറ്റായിട്ടുള്ളൊരു സിഗ്നൽ കൊടുക്കും. ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഉണർന്നിരിക്കേണ്ട സമയമാണ്. പക്ഷേ ശരീരം ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്.
അപ്പോൾ മൊത്തത്തിൽ നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ഒരു തളർന്ന അവസ്ഥയാണ്. ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജമില്ല, ഒരു ഉന്മേഷമില്ല. പക്ഷെ അതേസമയം ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു നോക്കും. അത് കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു ഉച്ചയോടൊക്കെ എടുക്കാൻ നേരത്ത് നമ്മുടെ ശരീരത്തിന് അതിനകത്ത് ഒരു ഹോർമോൺ വളരെ കൃത്യമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ എന്നാണ് ഈ ഹോർമോണിൻ്റെ പേര്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ വെളിച്ചത്തിനൊത്ത് ഉയരുകയും വെളിച്ചം കുറയുന്നതിനനുസരിച്ച് താഴുകയും ചെയ്യുക. അതിൻ്റെ കോൺസെൻട്രേഷൻ ശരീരത്തിൽ താഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കോർട്ടിസോളിൻ്റെ അളവ് പീക്ക് ചെയ്ത് താഴോട്ട് വന്ന് തുടങ്ങുകയാണ് ഈ ഉച്ച സമയത്തെല്ലാം. അപ്പോൾ നമുക്ക് ഈ ഉറക്കം വീണ്ടും വരും. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 12 മണിയോടെ അടുപ്പിച്ചൊക്കെയാണ് വീണ്ടും ഉറക്കം വരുന്നത്. അന്ന് ഉറങ്ങി ഒരു 3-4 മണിയായി കഴിയുമ്പോഴേക്കും വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ ഉള്ള സമയമായി. അപ്പം പൊതുവിൽ ഈ രാത്രി ജോലി ചെയ്യുന്നവർ, അതിപ്പം പത്രത്തിലായാലും നൈറ്റ് ഷിഫ്റ്റ് ജോലിയുള്ള നഴ്സുമാർ, ഇവരൊക്കെ എല്ലാവർക്കും തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പോസിറ്റീവ് ഒരു വശം ഉണ്ടല്ലേ, ഇത് കോമ്പൻസേറ്റ് ചെയ്താൽ നമുക്കൊരു കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷെ അതിന് കൃത്യമായ കോമ്പൻസേറ്ററി മെക്കാനിസം ഉണ്ട്. അത് പിറ്റേ ദിവസം തന്നെ അത് ഉറങ്ങി തീർക്കണം. ശരിക്കും കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പം ഉണർവിനെ കടം വാങ്ങിക്കുകയാണ് പിറ്റേ ദിവസം നിന്ന്. അപ്പോൾ പിറ്റേ ദിവസത്തെ ഉണർവാണ് നമ്മൾ ഈ ഉപയോഗിച്ച് തീർക്കുന്നത്. അപ്പോൾ ആ ദിവസത്തെ ഉണർവും പോയി, ഈ ദിവസത്തെ ഉറക്കമില്ലാത്തത് കൊണ്ട് പൊതുവിൽ ഒരു മന്ദത നമ്മൾ അനുഭവിക്കും. അപ്പോൾ അതിനെ എപ്പോഴും കോമ്പൻസേറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിൽ പ്രായം ഒരു ഘടകമാണ്, നമ്മുടെ ശാരീരികാവസ്ഥ ഒരു ഘടകമാണ്, ഈവൻ നമ്മുടെ ഭാരം ഒരു ഘടകമാണ്. ഈ ഘടകങ്ങളെല്ലാം തന്നെ ഈ കോമ്പൻസേറ്ററി മെക്കാനിസത്തെ വീക്കം ചെയ്യും. അപ്പോൾ കഴിയുന്നതും അന്നൊന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല. സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും ഉറങ്ങുക. അപ്പോൾ കളി ആരും കാണാണ്ടിരിക്കണ്ട, കളി കാണണം. പക്ഷെ എന്നാലും ഉറക്കത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ് അല്ലേ പ്രധാന കാര്യം. കളി കാണുക, പക്ഷേ ഉറക്കം പ്രധാനമാണെന്ന് തിരിച്ചറിയുക. അതെ. അപ്പോൾ ഇതിലൊരു വേറൊരു കൗതുകമല്ല അത്. അതായത് നമ്മളിപ്പോൾ പല ആളുകളും കളി കാണുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറക്കം വരുമ്പം ചില ആൾ മുഖം കഴുകിക്കൊണ്ടിരിക്കും, ചില ആൾ ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ അപ്പം തന്നെ ഉറങ്ങുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക, ഒരു 2 മിനിറ്റെങ്കിലും ഉറങ്ങുക. പക്ഷെ നമ്മൾ മുഖമൊക്കെ കഴുകി കുറേ ശ്രമിക്കും ആദ്യം. അതുപോലെ ഇപ്പോഴുള്ളൊരു കാര്യം, നമുക്ക് ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ കാപ്പി കുടിക്കും ഇടയിൽ, അന്നേരം ഉറക്കം പോകും. അത് പ്രാക്ടിക്കലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാപ്പി കുടിക്കുമ്പോൾ ഉറക്കം ലേശം പോയി കിട്ടും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം എന്താ? ഇത് കുറച്ച് വിശദമായി പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഉറക്കം എങ്ങനെയാണ് ശരീരം സാധ്യമാക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാറിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ എൻജിനകത്ത് എക്സോസ്റ്റ് ഗ്യാസുകൾ നിറയുന്നത് പോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ പതുക്കെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ അഡിനോസിൻ ചെന്ന് ബൈൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അഡിനോസിൻ റിസപ്റ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അഡിനോസിൻ ചെന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അഡിനോസിൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സിന് തുടക്കമാകും. അപ്പോൾ ഈ അഡിനോസിൻ്റെ അളവ് ശരീരം ഇങ്ങനെ മസ്തിഷ്കം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അളവിനപ്പുറത്തേക്ക് അഡിനോസിൻ ഇങ്ങനെ അത് ചെന്ന് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്തിഷ്കം പതുക്കെ ശരീരത്തിന് നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങും. തളരുകയാണ്, നമ്മുടെ ഈ വ്യക്തി തളരുകയാണ്. അപ്പോൾ പതുക്കെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ശ്വാസം എടുക്കുന്ന രീതിയിൽ വ്യത്യാസം വരും, നമ്മുടെ ഫോക്കസിൽ വ്യത്യാസം വരും. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നോർഎപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ ഉണ്ടാക്കി തരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയും, അഡിനോസിൻ്റെ അളവ് കൂടും. അപ്പോൾ ഒരു പരിധി കഴിയാൻ നേരത്ത് നമുക്ക് ഉറക്കം വരും. ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ ശരീരം ഉറക്കത്തിലേക്ക് വഴിമാറും. അത് തലച്ചോറ് ബോധപൂർവ്വം എടുക്കുന്ന ഒരു തീരുമാനമാണ്. കാരണം ഇത്രയും അഡിനോസിനായി, മതി, ഇന്നത്തെ പ്രവർത്തനങ്ങൾ നിർത്താനുള്ള സമയം, കടയടയ്ക്കാനുള്ള സമയമായി എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന കാര്യമാണ്. നമ്മളിതിനെ പറ്റിക്കുകയാണ് ശരിക്കും ഈ കാപ്പി കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലും എനർജി ഡ്രിങ്ക്സ് കൂടിയാണ്, കഫീൻ റിച്ച് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക്സ് കൂടി ആളുകൾ കുടിക്കുന്നു. ഞാൻ കാപ്പി തൊട്ട് തുടങ്ങാം. കാപ്പി കുടിക്കാൻ നേരത്ത് പറ്റുന്നത് വെച്ചാൽ ഈ കാപ്പിക്കകത്ത് കഫീൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്. ഈ തന്മാത്രയ്ക്ക് അഡിനോസിൻ തന്മാത്രയുടെ അതേ സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ്, ഘടന ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിനോസിൻ പോയി ഇരിക്കേണ്ട സ്ഥലത്ത് കഫീൻ പോയി ഇരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഫ്ലാറ്റിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിലാണ് നമ്മൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. ഇനി ആ പാർക്ക് ചെയ്യാൻ നേരത്തെ ഒരു സെൻസർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ സെൻസർ ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറക്കും എന്ന് വിചാരിക്കുക. ഏകദേശം ഇതുപോലത്തെ ഒരു പ്രവർത്തനമാണ് തലച്ചോറിൽ നടക്കുന്നത്. അഡിനോസിൻ വരുന്നു, ഈ അഡിനോസിൻ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പോയി പാർക്ക് ചെയ്യപ്പെടുമ്പോൾ ഉറക്കം ട്രിഗർ ചെയ്യുന്നു. ഈ കഫീൻ ചെയ്യുന്ന ദ്രോഹം എന്ന് വിളിക്കാമോ എന്നറിയില്ല. കഫീൻ ചെയ്യുന്ന ദ്രോഹം എന്ന് വെച്ചാൽ അഡിനോസിൻ പോയി ഇരിക്കേണ്ട ഈ പാർക്കിംഗ് ലോട്ടിലാണ്, അല്ലെങ്കിൽ ഈ പാർക്കിംഗ് സ്പേസിലാണ് കഫീൻ പോയി ഇരിക്കുക. പക്ഷെ അതിൻ്റെ ഒപ്പം കഫീൻ എന്ത് ചെയ്യൂല, ഈ സെൻസറിന് ഓൺ ആക്കൂല.
ആ കഫീൻ വെറുതെ അവിടെ പോയി ഇരിക്കുകയേ ഉള്ളൂ, സെൻസറിനെ ഓൺ ആക്കില്ല. അപ്പോൾ ഫലത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോസിൻ വന്നിരുന്ന് കഴിഞ്ഞ് ട്രിഗർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കഫീൻ വന്നിരുന്നാൽ ട്രിഗർ ചെയ്യില്ല. ആ അപ്പോൾ നമ്മുടെ സെൻസർ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുക, മസ്തിഷ്കം പോലെ നമ്മുടെ ഫ്ലാറ്റിനകത്ത് സെക്യൂരിറ്റി ഓഫീസിനകത്താണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കാറ് വന്ന് പാർക്ക് ചെയ്ത് സെൻസർ ആ കളറിന് റെഡ് ആക്കുമ്പോഴാണ്, ആ ലൈറ്റ് റെഡ് ആകുമ്പോഴാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് സാധ്യമല്ലാതാകും. കാരണം ഈ ആൾ നോക്കുമ്പോൾ അതിപ്പോഴും പച്ച കത്തി കിടക്കുകയാണ്, എന്നുവെച്ചാൽ കാറ് വന്നിട്ടില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അഡിനോസിൻ വന്ന് ഒരളവ് കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന് ശരീരത്തിന് അറിയാം. ഈ അഡിനോസിൻ വന്നിട്ടില്ല, ഇത് ഓപ്പൺ ആണ് എന്നാണ് മസ്തിഷ്കം വിചാരിക്കുന്നത്. കാരണം കഫീൻ എന്ത് ചെയ്തില്ല, സെൻസർ മെക്കാനിസം ഓൺ ചെയ്തില്ല. കഫീൻ വന്ന് ബൈൻഡ് ചെയ്തു, അഡിനോസിൻ ഇനി വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അഡിനോസിൻ വരുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ കാർ കൊണ്ടുവരുമ്പോൾ അവിടെ വേറെ ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൻസർ ഓൺ ആയിട്ടില്ല. പറ്റിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഉറങ്ങാനുള്ള ക്യൂസ് ഒന്നും എടുക്കില്ല, തലച്ചോറ് ശരീരത്തിനോട് ഉറങ്ങാൻ പറയൂല. അപ്പം നമ്മൾ പകരം എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ നമ്മൾ ഉറങ്ങാനുള്ള സമയം ആയില്ല എന്ന് തലച്ചോറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിരുദ്ധമായ 2 ഇൻഫർമേഷനാണ് തലച്ചോറിന് കിട്ടുന്നത്. ഒന്ന്, ശരീരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ക്ഷീണമാണ്, വയ്യ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തലച്ചോറ് ഉറപ്പിക്കുന്നത് ഈ അഡിനോസിൻ വന്ന് അടിയുമ്പോഴാണ്. അഡിനോസിൻ വന്ന് അടിഞ്ഞിട്ടുമില്ല, അതെല്ലാം ഓപ്പൺ സ്പേസ് ആയിട്ടാണ് തലച്ചോറ് വിചാരിക്കുന്നത്. തലച്ചോറ് ഉറങ്ങണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഫലത്തിൽ നമ്മൾ ഉറങ്ങില്ല. അപ്പം നമ്മൾ ഉറക്കത്തിന് ശരിക്കും നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കത്തിന് നമ്മളിങ്ങനെ നീക്കിക്കൊണ്ട് പോവുകയാണ്. ഇതാണ് കാപ്പി കുടിക്കുമ്പോൾ നടക്കുന്നത്. ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം ചായ കുടിക്കുമ്പോൾ ഉണ്ട്, ചോദിച്ചുകൊണ്ട് പറയാം. ചായക്കകത്ത് കഫീൻ കൂടാതെ L-ടൈൻ എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ കൂടി ഉണ്ട്. ഇത് നമ്മളെ കുറച്ചുകൂടി കാമാക്കും. നമുക്ക് കുറച്ചുകൂടി ഒരു ഈ കാം എന്ന് പറയുന്നതിൻ്റെ മലയാളം സമാധാനം എന്നല്ല, ശരിക്ക് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് അവസ്ഥ കൊണ്ടുവരും. ഈ കാപ്പി നമുക്ക് ആ റിലാക്സേഷൻ തരില്ല. കാപ്പി നമുക്കൊരു സ്പൈക്കാണ് തരിക, പെട്ടെന്ന് ഒരു ഉണർച്ചയാണ് തരിക. അങ്ങനെയല്ല ഈ ചായ ചെയ്യുന്നത്. ചായയിലും കഫീനുണ്ട്. അപ്പോൾ ചായയും ഇത് ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ചെറിയ കാംനെസ് കൂടി തരും. അപ്പോൾ ചായ കുടിക്കാതെ ശീലങ്ങളുടെ കൂടി വിഷയമുണ്ട്. ഇനി ഇതിൽ നല്ല വ്യത്യാസമാണ് ഇപ്പോഴത്തെ എനർജി ഡ്രിങ്കുകൾ ചെയ്യുന്നത്. അവർ നമുക്ക് കുറച്ചുകൂടി എനർജി കൂടി തരും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാപ്പിയും ചായയും ഒന്നും നമുക്ക് എനർജി തരില്ല, അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. കലോറി ഓൾമോസ്റ്റ് 0 കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കാപ്പിയിൽ നിന്നൊന്നും കിട്ടാനില്ല. കാപ്പിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരയും പാലും ഒക്കെയാണ് എന്തെങ്കിലും കലോറി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ചാൽ ഒന്നുമില്ല. അപ്പം അങ്ങനെ നേരത്തെ ഈ എനർജി ഡ്രിങ്കിലെല്ലാം വലിയ അളവിൽ ഷുഗർ കൂടിയുണ്ട്, വലിയ അളവിൽ ഷുഗറുണ്ട്. ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുന്നു, ഉറക്കത്തിനെ നീക്കി വെക്കുന്നു കഫീൻ കാരണം. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എനർജി കൂടി കൊടുക്കുന്നു. അപ്പോൾ ഈ എനർജി കൂടി കൊടുക്കാൻ നേരത്ത് ശരീരം കുറച്ചുകൂടി ഊർജ്ജസ്വലത കാണിക്കും. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, ഈ കഫീൻ കുറച്ച് കഴിയുമ്പം വെയർ ഔട്ട് ആകും. എന്ന് വെച്ചാൽ ഇത് എല്ലാ കാലവും ഇങ്ങനെ ബന്ധിച്ച് നിൽക്കില്ല. ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഇത് പോകും. പോയി കഴിയുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന അഡിനോസിൻ എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് കയറും. അപ്പോഴാണ് നമുക്ക് ഈ ക്രാഷ് ഉണ്ടാകുന്നത്. നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വീണു പോവുക എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കണക്ഷൻ ഫുള്ളായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എനർജി ഡ്രിങ്ക് ആണെങ്കിൽ എനർജി ഡ്രിങ്ക് പൊതുവെ ഈ എനർജി കൂടി തരുന്നതുകൊണ്ട് ആ ക്രാഷിൻ്റെ ഹെവിനെസ് കൂടുതലായിരിക്കും. ഈ കഫീനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടിയ ക്രാഷ്, കാരണം നമ്മൾ ആ അത്രയും എനർജി കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്യും. മെച്ചം ചായയാണല്ലേ, മെച്ചം ചായയാണ്. പക്ഷെ അതിന് ഈ ഉണർവുണ്ടാക്കാനുള്ള പരിധി കുറവാണ്. കാപ്പി ഉണ്ടാക്കുന്ന അത്രയും ആ ഒരു ഉണർവുണ്ടാവില്ല, സ്റ്റിമുലേഷൻ ഉണ്ടാവില്ല. പിന്നെ കാപ്പി നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, രാത്രി ഇരുന്ന് പണിയെടുക്കാനില്ല. അത് ചായ തരുന്ന ഇച്ചിരി കുറവാണെന്നാണ് വ്യക്തിപരമായ. ഞാൻ പിന്നെ ഒരു കാപ്പി ലവറാണ്, ഞാൻ കോഫി ലവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കോഫിയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇത് ഈ കളിയുടെ ഇപ്പോൾ കളിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ സമയമായിട്ട് ഞാൻ ചോദിക്കാം. പല ഘട്ടങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള ഉണർവുകളാണല്ലോ വരിക. കാപ്പി കുടിക്കുന്ന സമയത്തുള്ളത് കൂടാതെ ഇപ്പോൾ ഗോളടിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ, ഒരു ബിൽഡപ്പിനൊരു മാനസികാവസ്ഥ, അങ്ങനെയൊക്കെയാണല്ലോ വരിക. ഇതെങ്ങനെയാണ് നമ്മൾ ഉറക്കത്തിനെ താരതമ്യം ചെയ്യുമ്പം അതിൻ്റെ ഈ ഉറക്കം എങ്ങനെയാണ് ഇതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നത്? അത് നമ്മൾ കാപ്പി കുടിച്ചു, കഫീൻ തലച്ചോറിലെത്തി, കഫീൻ അഡിനോസിൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു, നമുക്ക് ഉണർവ് കിട്ടി. ഈ ഉണർവ് കിട്ടിയാലും ഈ തലച്ചോറിനകത്ത് ഈ പാർക്കിംഗ് ലോട്ടുകൾ ഒരുപാടെണ്ണം ഉണ്ട്. എല്ലാത്തിലും കഫീന് പോയി ഇരിക്കാൻ പറ്റില്ല. കുറേയിലൊക്കെ അഡിനോസിൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ഉണർച്ചയുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ ശരീരത്തിൽ മറ്റ് ക്യൂസ് എല്ലാം വെളിച്ചമില്ല. പിന്നെ നമ്മളിപ്പം കാണാൻ നേരത്തെ ചിലപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും കാണുന്നത്. കൂടുതൽ അപകടമാണ്. അതൊക്കെ കൂടി ആയി കഴിയുമ്പോൾ ശരീരത്തിന് മൊത്തത്തിലൊരു തളർച്ചയുണ്ട്. അപ്പോൾ ഉറങ്ങണം എന്നുള്ളൊരു സംഭവമുണ്ട്.
അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോൾ അടിക്കുന്ന ഒരു മൊമെൻറ്റ്. ആ ഈ ഗോൾ അടിക്കുന്ന ഒരു മൊമെൻറ്റിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിനോസിൻ ബൈൻഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തലച്ചോറിന് തോന്നുന്നത് ഇതൊക്കെ കാലിയായിട്ടുള്ള പാർക്കിങ്ങിലോട്ടുള്ളതാണെന്നാണ്. അപ്പോൾ മറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന ഡോപ്പമീൻ, അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഉണർവ് തരുന്ന നോറെപ്നെഫ്രിൻ, ഇതെല്ലാം കൂടി റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു ആങ്സൈറ്റി മൊമെൻ്റ് ഉണ്ടാവാൻ നേരത്ത് ശരിക്കും ഗോളിന് തൊട്ട് മുമ്പാണ് നമുക്ക് ഉണർച്ച ഉണ്ടാകുന്നത്, ഗോളിലല്ല. ഗോളിന് തൊട്ട് മുമ്പ് ഇപ്പം അടിക്കുമോ ഇല്ലയോ എന്ന സിറ്റുവേഷൻ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പെനാൽറ്റി സമയത്താണ്. അപ്പോഴാണ് ഈ ഉദ്വേഗം ഏറ്റവും കൂടുക. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു ഇച്ചിരി ഓവർ ഉണർച്ച ഉണ്ടാകും. ആ ഓവർ ഉണർച്ച എന്ന് പറയുന്നത് ഈ നോറെപ്പിനെഫ്രിൻ ഉണ്ടാക്കുന്ന ഓവർ ഉണർച്ചയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ വേർ ചെയ്യും. അത് കാരണം അതൊരു പീക്ക് ചെയ്ത് വേർ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത് ഇതിൻ്റെ അളവ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൂടി പിന്നെ അതങ്ങ് കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അപ്പം ഒരു ടെൻഷൻ മൊമെൻറ്റിൽ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഉണർച്ചയുണ്ട്. അപ്പോൾ കളിയിലെ ഉണർവ്, കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആളുകളുടെ ഉണർവ് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. അത് കയറ്റിറക്കങ്ങളുണ്ട്. അത് പറഞ്ഞ പോലെ ചില കയറ്റിറക്കങ്ങളുണ്ട്. ആ കയറ്റിറക്കങ്ങൾ കളിയുടെ പിരിമുറുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവും തെറ്റിന്ന് തോന്നുമ്പോൾ പെട്ടെന്നൊരു ഉണർവ് വരും. പിന്നെ ഉറക്കം പെട്ടെന്ന് വരും. അപ്പോൾ അത് ശരിക്കും നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഉണർവാണ്. സ്ട്രെസ് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യിക്കും. ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉണർവാണ്. പക്ഷെ അത് തന്നെ കുറച്ച് കഴിയുമ്പം ഇപ്പോൾ വണ്ടിയുടെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു ലോൺലി ആയിട്ടുള്ള ഒരു ഹൈവേയിലാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഒരു ബിസി ആയിട്ടുള്ള ഒരു സിറ്റി സ്ട്രീറ്റിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കണം. മറ്റേതിൽ നമ്മൾ റിലാക്സ്ഡ് ആയി. അപ്പോൾ ഈ റിലാക്സ്ഡ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയർ ഓഫ് ചെയ്യാണ്. നമുക്ക് ഈ സ്ട്രെസ് ഇല്ല. ശരിക്കും ആ സ്ട്രെസ്സാണ് നമ്മളെ ഉണർത്തി നിർത്തുന്നത്. അപ്പോൾ കളിയിലായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും എല്ലാം ഇവന്റുകൾ, അതിനകത്ത് നടക്കുന്ന ഒരു പ്രത്യേക ഇവന്റാണ് ആ ഉണർച്ച കൂട്ടുന്നത്. അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സംഘർഷങ്ങളാണ് ഉണർവ് കൂട്ടുന്നത്. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ഇപ്പോൾ ചില അബോധത്തിലേക്ക് നമ്മൾ ഈ ഉറക്കം വരുമ്പോൾ അതാണല്ലോ പകുതി നമ്മളൊരു അബോധത്തിലേക്ക് പകുതി ബോധത്തിലേക്ക് മാറുന്നുണ്ട്. അബോധം എന്ന് വിളിക്കാൻ പറ്റുമെന്നല്ല. പക്ഷേ ഈ ചില സമയത്ത് നമ്മളല്ലാതെയും പകുതി ബോധത്തിലേക്ക് പകുതി ഉറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പം ചില പ്രകടനങ്ങളൊക്കെ മനസ്സിലാവും, ഉറക്കിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനോട് ചേർത്ത് നിർത്തേണ്ട രീതിയിൽ തന്നെ ചില സമയത്ത് ഇപ്പോൾ എൻ്റെ അനുഭവമാണെങ്കിൽ ചില കളി കാണുമ്പോൾ നമ്മളങ്ങ് പകുതി ഉറക്കത്തിലേക്ക് പോകും. ഇപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ അതിൻ്റെ മട്ടിലിങ്ങനെ പോകുമ്പോഴും ഉറങ്ങി എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. കളി കണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായി അറിയും, ലാസ്റ്റ് വിസിൽ കൂടി അറിയുകയും ചെയ്യും. ഓർത്ത് നോക്കുമ്പം ഒരാംഗിളിൽ പക്കയായിരിക്കും, നല്ല മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, ഗോൾ അടിച്ചൊക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും. പക്ഷേ മറ്റൊരു തരത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ആ സമ്പൂർണ്ണ കളി കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ പോവുകയില്ല. ഇത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ഇതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ ആ ഉത്തരം കംപ്ലീറ്റ് ആവുള്ളൂ. ഒന്ന്, ഉറക്കം എന്ന് വിചാരിക്കുന്നത് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഓഫ് ആവുന്നത് പോലത്തെ ഒരു അവസ്ഥയല്ല. അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 4 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ 4 ഘട്ടങ്ങളിൽ പൊതുവിൽ നമ്മൾ ഉറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലൈറ്റർ സ്ലീപ്പ് വേർഷനുണ്ട്. അതായത് നമ്മൾ ഉറങ്ങിയിട്ടില്ല, പക്ഷേ പതുക്കെ നമ്മുടെ സെൻസുകൾ മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും ആളുകളൊക്കെ ഉണ്ടെന്നറിയാം, പിന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയാം. നമ്മൾ മയക്കം എന്ന് മലയാളത്തിൽ പറയുന്നൊരവസ്ഥ. ഉച്ചയ്ക്കൊക്കെ ഉണ്ടാകുന്നത് കൂടുതലും അതാണ്, ഗാഠനിദ്രയല്ല, പകരം നമ്മൾ ഒന്ന് മയങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊതുവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തെ നമ്മുടെ ഓർമ്മകളെന്ന് പറയുന്ന ഇവൻറ്റുകളാണ്. ഇപ്പം കളി പിന്നെ നമ്മൾ മനസ്സിൽ ഓടിച്ചു നോക്കുമ്പോൾ ഗോൾ അടിച്ച് നമുക്ക് ഓർമ്മയുണ്ട്, ഫൗൾ ചെയ്തത് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നടന്ന ഈ സംഘർഷാവസ്ഥകൾ, സംഘർഷം എന്ന് പറയുന്നതുകൊണ്ട് അടിയെന്ന് വിചാരിക്കരുത്, ആ ഒരു പിരിമുറുക്കമുള്ള അവസ്ഥകളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ റൂട്ടീനായിട്ട് എത്ര പാസ് നടന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലില്ല. പക്ഷെ അതേസമയം നമ്മൾ രാവിലെ ഇരുന്നാണ് ഈ കളി കാണുന്നതെങ്കിൽ, ഇപ്പം ഒരു കാലഘട്ടത്തിലെ സ്പെയിൻ്റെ കളിയൊക്കെ ആണെങ്കിൽ ടിക്കറ്റൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് രസമുള്ള ഒരു പാസ് ഉണ്ട്. ആ പാസ് നമ്മൾ എൻജോയ് ചെയ്യും. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിവരം ചിലപ്പോൾ നമുക്ക് ചോർന്നു പോകും. പകരം നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാകുന്നത് ഈ റിസൾട്ടുകൾ ആണ്. അതായത് ഫൗള്, പിന്നെ കാർഡ്, പിന്നെ ഗോള്, പെനാൽറ്റി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടാകും. ഇത് തന്നെ ഉറക്കത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3, 4 അല്ലാതെ 3, 4 ഒക്കെ ഭയങ്കര ഗാഠമായ നിദ്രയുള്ളതാണ്. ആ ഘട്ടത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. അതിലൊന്നും നമുക്ക് ഇത്രയും കൃത്യമായ ഓർമ്മകൾ ഉണ്ടാവില്ല. ഇനി ഇതിൽ തന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ സ്വപ്നം കൂടി കാണും ഇതിൻ്റെ കൂടെ. അപ്പോൾ അതോടുകൂടി കളിയിൽ നടന്നതും നമ്മൾ സ്വപ്നത്തിൽ കണ്ടതും കൂടിയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. അതോടുകൂടി ഇത് മൊത്തത്തിൽ എന്താ പറയുക, ഒരു കുഴമ്പ് രൂപത്തിലുള്ളൊരു സാധനമാണ് നമുക്ക് അവസാനം ബാക്കി ഉണ്ടാകുക. പിന്നെ ഈ നമ്മൾ കളി കാണുമ്പോഴും നമ്മൾ ഈ
നമ്മുടെ ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു, അപ്പോൾ അത് നമ്മളെ പൂർണ്ണമായ ഉറക്കത്തിലേക്ക് തള്ളിവിടാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ പൂർണ്ണമായി ഉറങ്ങിയിട്ടുമില്ല, എന്നാൽ ശരീരത്തിലെ ക്ഷീണം കൊണ്ട് നമ്മൾ മയങ്ങി തുടങ്ങുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ചില ആളുകൾ പക്ഷേ മറ്റൊന്നിനെ ആശ്രയിക്കാതെ തന്നെ ഒരു ചില നിശ്ചയദാർഢ്യമുള്ള ആളുകളൊക്കെയാണ് എനിക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അവർക്ക് അവർ ഉറങ്ങില്ല, അവർ തീരുമാനിച്ച് ഉറങ്ങുന്ന അങ്ങനെ ആളുകളുണ്ട്. മാഷൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല? എൻ്റെ പരിചയത്തിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർ ഒരു കളിയാണ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ തലേനാൾ അവിടെ നമ്മൾ പോകുമല്ലോ, പരിപാടി ഉണ്ടാവുമല്ലോ, മൂപ്പര് അവരെ ഉറങ്ങില്ല. പക്ഷെ നമ്മളൊക്കെ തേങ്ങ ഇരവഴുമ്പോഴും അല്ലെങ്കിൽ വേറെ പണിയെടുക്കുമ്പോഴൊക്കെ ഉറങ്ങിപ്പോവും. പകുതി ചെയ്യുമ്പോൾ ഉറക്കം വരും. മൂപ്പര് 2-3 പേരുണ്ടാവും അങ്ങനെ അതിലൂടെയൊക്കെ നടക്കുക. അവർക്ക് ഒരു പ്രശ്നമില്ല, അവരെ ഒരു ലീഡർഷിപ്പിലൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടോ? അത് ആ ഉറക്കം എന്താണ്? രസമുള്ള ചോദ്യമാണേ. കാരണം എന്ന് വെച്ചാൽ അത് മനുഷ്യരിൽ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഈ അവസ്ഥയുണ്ട്. ചില മനുഷ്യരിൽ ഈ അവസ്ഥയുടെ തോത് കുറച്ച് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ, കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയുള്ള ദിവസം നമ്മൾ സാധാരണ എപ്പോഴും അലാം വെച്ചാണ് എഴുന്നേൽക്കുന്നത്. അലാം അടിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ മൊബൈലിലാണല്ലോ, നമ്മൾ അലാം അടിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റിട്ട് സമയം എത്രയായി എന്ന് നോക്കി തിരിച്ചു വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, രാവിലെ 5:15 വന്ദേ ഭാരത്. അതിന് പോകണമെങ്കിൽ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ മിനിമം ഒരു 4 മണിക്ക് മുമ്പെങ്കിലും എഴുന്നേറ്റ്, ഞാൻ 3:45 എഴുന്നേൽക്കണം. അപ്പോൾ തലേദിവസം പോയി കിടക്കുമ്പോൾ നമ്മൾ അലാമൊക്കെ വെച്ചിട്ടുണ്ട് 3:30. എന്നിട്ട് നമ്മുടെ മനസ്സ് നിറച്ച് എന്താണ്, 5:15 ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്, ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തലച്ചോറിന് വല്ലാതെ ബാധിക്കും. ഞാൻ ആങ്ഷ്യസ് ആണ്, ഈ 5:15 ട്രെയിൻ കിട്ടുമോ ഇല്ലേ, ഞാൻ ഉറങ്ങിപ്പോവുകയോ ഇല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, എൻ്റെ സ്ലീപ്പിൻ്റെ ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ഇടയ്ക്ക് ഞെട്ടി എഴുന്നിട്ട് നോക്കും സമയമായോ, അപ്പോൾ നമുക്ക് 2 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. എന്നിട്ട് ഒന്ന് ഉറങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വീണ്ടും എഴുന്നിട്ട് അപ്പോൾ 2:10 ആയിട്ടുള്ളൂ. കാരണം എൻ്റെ ശരീരം ഉണർവിന് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ഞാൻ രാവിലത്തെ കാര്യം പറഞ്ഞു, ഇത് എല്ലാ ഘട്ടത്തിലും പോസിബിളാണ്. അപ്പോൾ നമ്മൾ വളരെ പാഷനേറ്റ് ആണ് ഒരു കാര്യത്തിൽ. അപ്പോൾ അതിന് നിശ്ചയദാർഢ്യം എന്നാണ് മധു ഉപയോഗിച്ച വാക്ക്. ഞാൻ നിശ്ചയദാർഢ്യത്തെക്കാൾ നമ്മൾ വളരെ പാഷനേറ്റ് ആണ് കളിയെക്കുറിച്ച്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട്, ബ്രസീൽ തോറ്റു കഴിഞ്ഞാൽ പൊട്ടിക്കരയുന്ന, ഭക്ഷണം ഉപേക്ഷിക്കുന്ന, ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യർ. അപ്പോൾ ഇത്തരം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ആങ്സൈറ്റി മാത്രം മതി ഈ ഉറക്കത്തിനെ തള്ളി അങ്ങിടാൻ. അത് പലരിലും പാഷൻ പല തലത്തിലാണ്. ചിലർക്കത് ഭ്രാന്തോളം എത്തുന്ന അല്ലെ ഉന്മാദത്തിൻ്റെ അവസ്ഥയൊക്കെ സൃഷ്ടിക്കുന്ന തരം പാഷനുണ്ട്. അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് ഒരു വാക്കും അത് ഉപയോഗിച്ചു. അപ്പോൾ പൊതുവിൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു വിഷയത്തിന് എത്ര പാഷനോടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത്. കാരണം അവർ അത്രയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആ പാഷൻ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആങ്ഷ്യസ് അവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെല്ലാം കാര്യമായി ബാധിക്കുകയും നമുക്ക് ഉറക്കത്തിനെ ഡിഫീറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഇവരും ക്രമേണ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഉറക്കത്തിൻ്റെ കട ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അത് വീഡിയേ പറ്റും. അത് വീടിയില്ല എങ്കിൽ അത് ശരീരത്തിൽ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. അത് സെൽ ഡെത്തുകൾ തൊട്ട് ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. ലീഡർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില ലീഡേഴ്സ്, ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ ബിഹേവിയർ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭയിലും പുറത്തും പൊതു പ്രസംഗ വേദികൾ, എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തത് VS ആണ്. VS സ്റ്റേജിലിരുന്നാൽ മൂപ്പരിങ്ങനെ ബാക്കി പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ മൂപ്പരിങ്ങനെ അങ്ങ് ഉറങ്ങുന്നതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ VSന് വേണ്ടുന്ന സമയത്ത് മൂപ്പര് അറിയും. മൂപ്പരപ്പോൾ എന്തോ ഒരു ടെക്നിക്കായിരിക്കണം. അതായത് മൂപ്പര് ഉറക്കത്തിൻ്റെ സാധ്യത ഉപയോഗിക്കുന്നുണ്ട്, അതേസമയം അവിടെ നടക്കുന്ന മൂപ്പർക്ക് അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി അറിയും. പെട്ടെന്ന് ഇപ്പോൾ നിയമസഭയിലാണെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ മൂപ്പര് അപ്പണീറ്റ് ഇടപെടും. പക്ഷേ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് ചിത്രം എടുത്തു കഴിഞ്ഞാൽ അത് മൂപ്പര് ഉറങ്ങുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മൂപ്പര് ഉറങ്ങുന്നില്ല. ഇതൊരു സാധ്യത കൂടിയാണ് തോന്നുന്നത്. അതിൻ്റെ 2 സാധ്യത ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ VS ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. VS തല ഒരു ഇച്ചിരി മുന്നോട്ടാക്കി ആണ് പൊതുവിലിരിക്കുന്നത്. പെട്ടെന്ന് നോക്കി ഉറങ്ങുകയാണ്. VS പലപ്പോഴും ഉറങ്ങുകയല്ല എന്നാണ് തോന്നുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് VS സംസാരിക്കുമ്പോൾ അതിന് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തൊക്കെ പറഞ്ഞോളെ. അതിനകത്ത് എനിക്ക് തോന്നുന്നു VS പൊതുവിൽ ദീർഘകാലം കൊണ്ട് ശീലിച്ചെടുത്തൊരു കാര്യമായിരിക്കാം. എനിക്കറിയില്ല, ഞാൻ VSമായിട്ട് അടുത്ത് പരിചയപ്പെട്ട ഒരാളല്ല. VS ദീർഘകാലം കൊണ്ട് ശീലിച്ചെടുത്തൊരു കാര്യമായിരിക്കണം. അതായത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചില കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തിരിക്കാൻ നേരത്ത്, ഇപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുന്നിലിരിക്കുകയാണ്, എനിക്ക് മൂക്ക് ചൊറിയണമെന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് ശരീരത്തിൻ്റെ ചില വാജ്ഞകളെ
ചിലതിൽ ഒട്ടുമിക്ക മഞ്ഞുകളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റും. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മയക്കം എന്ന് പറയുന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനൊക്കെ ചില ആളുകൾക്ക് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മയക്കത്തിൽ നമ്മൾ ചുറ്റുമുള്ളതൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ അതിനകത്ത് വേണ്ട ഇവൻറ്റുകൾ മാത്രമേ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പം വി എസിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, വി എസ് ആൾ എന്താണ് ആക്ഷൻ കാണിക്കുന്നതെന്ന് കാണുന്നില്ല, പക്ഷേ അതിനകത്ത് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വി എസ് ഓർത്തിരിക്കുന്നതും മറുപടി പറയുന്നതും കോട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് വി എസ് ആ മയക്കം എന്ന് പറയുന്ന അവസ്ഥയെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. ആയിരിക്കണം, ഇതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, വി എസ് അത് വളരെ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. ഇതായിരിക്കണം. അത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ചില ആളുകൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ, കാപ്പിയോ അല്ലെങ്കിൽ മറ്റു നിയന്ത്രണങ്ങളോ ഇല്ലാതെ തന്നെ ഉറക്കം കൺട്രോൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. നേരെ മറിച്ച് ഇതൊന്നും ഉണ്ടായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. അതെന്താ? അതായത് ഈ നമ്മൾ കാപ്പി നമ്മൾ കുടിച്ചു, അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക് കുടിച്ചു. ഇപ്പോൾ എൻ്റെ അളിയൻ എന്നെ കളിയാക്കുന്നതാണ്. ഞങ്ങളിവിടെ നിന്ന് യാത്ര പോകും തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ യാത്രകളെല്ലാം 1:30-2 മണി സമയത്താണ് രാത്രി, ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയത്ത് വണ്ടി ഓടിച്ചു. അപ്പോൾ ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എനർജി ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് പുറകെ കിടന്നുറങ്ങും. അപ്പോൾ സാധാരണ ഇതിൽ ഉറങ്ങാൻ പാടില്ലാത്തതാണ്, അത്രയും കഫീൻ ശരീരത്തിൽ ചെന്ന് കഴിയാൻ നേരത്ത് ഉറങ്ങാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതിനകത്തൊരു കഫീൻ ടോളറൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എല്ലാവരുടെയും ശരീരം കഫീനെ ഒരേപോലെയല്ല പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ജനറ്റിക്കലി വ്യത്യസ്തരായ മനുഷ്യരാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഫീനെ എങ്ങനെയാണ് നമ്മുടെ ശരീരം എന്താ പറയുക അതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മുടെ കരളിനകത്ത് ശരിക്ക് CPY1A2 എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. പേര് വിട്ട് കളയൂ, പക്ഷേ ഒരു എൻസൈമുണ്ട്. അപ്പോൾ ഈ എൻസൈം പൊതുവിൽ കഫീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ്. നമ്മൾ മരുന്നൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഈ എൻസൈമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഫീനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്ന എൻസൈം ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് അളവിൽ എത്ര പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് ആളുകളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ച് സാധാരണഗതിയിൽ നമുക്കൊരു ഒരു 15 മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഉണർവ് ലഭിക്കും. അത് കഫീൻ ഞാൻ ഈ പറഞ്ഞ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ കഫീൻ ദഹിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ കഫീൻ്റെ ഈ എഫക്റ്റ് വെയർ ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കാപ്പി കുടിച്ച് ഒരിക്കലും ഉറങ്ങാത്ത അവസ്ഥയുണ്ടാവും, അതുണ്ടാവില്ലല്ലോ. ഇത് എത്ര എളുപ്പത്തിലാണ് ഇത് നടക്കുക എന്നുള്ളത് ആളുകളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കും. അത് ഈ എൻസൈമിൻ്റെ അളവും അതിൻ്റെ പ്രവർത്തന രീതിയും അനുസരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചില മനുഷ്യരിൽ ഇത് എളുപ്പം ഇത് എന്ത് ചെയ്യും, ഇല്ലാതായി പോകും. ചില മനുഷ്യരിൽ ഇത് പതുക്കെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ചില മനുഷ്യർക്ക് ഇത്തിരി കാപ്പി കുടിച്ചാൽ മതി, ഉറക്കം ഉണ്ടാവില്ല. ഇപ്പോൾ വൈകുന്നേരം 4 മണിക്ക് കാപ്പി കുടിച്ചുകൊണ്ട് രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതേസമയം വേറെ ചില മനുഷ്യരുണ്ട്, ഒരു 9 കാപ്പി കുടിച്ചാലും 10 മണിക്ക് വളരെ കൃത്യമായിട്ട് കിടന്നുറങ്ങും. അത് എത്ര എളുപ്പത്തിലാണ് നിങ്ങളുടെ ശരീരം കഫീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ഈ അടുത്ത് ഒരു സുഹൃത്ത് ചോദിച്ചത്, ഈ കളിയുടെ എത്ര മണിക്കൂർ മുമ്പ് കാപ്പി കുടിക്കണം എന്നുള്ളതാണ്. എഴുന്നേറ്റിരിക്കണം, പറ്റുന്നില്ല, എത്ര മണിക്ക് മുമ്പ് കാപ്പി കുടിക്കണം, എത്ര ഗ്ലാസ് കാപ്പി കുടിക്കണം. അപ്പോൾ ഇത് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അത് ആ മനുഷ്യൻ്റെ, അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ദഹന വ്യവസ്ഥ, അതിനകത്ത് ഈ പറയുന്ന എൻസൈം എങ്ങനെ പ്ലേ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഓവർ ടൈം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് എപ്പോഴാണ് കാപ്പി കുടിക്കേണ്ടത്. ഇപ്പം അത് നേരത്തെ പറഞ്ഞു, അത് ഡെസ്കിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എപ്പോഴാണ് ചായയോ കാപ്പിയോ കുടിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഒരു ശീലത്തിൻ്റെ കൂടെ ഭാഗമാണ്. നമുക്കറിയാം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരും എന്നുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ഉറക്കത്തിൻ്റെ അവസ്ഥയ്ക്ക് സ്ത്രീ പുരുഷ വ്യത്യാസം എങ്ങനെയാണ്? അങ്ങനെ കാര്യമായ സ്ത്രീ പുരുഷ വ്യത്യാസം പൊതുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് ഇത് ആ മെക്കാനിസം വളരെ അണ്ടർലൈങ് മെക്കാനിസമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വ്യത്യാസം ഇല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ നേരത്തെ VSൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനൊരു അതർ സൈഡ് കൂടുതൽ ഇപ്പോൾ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഉറങ്ങുന്ന നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ വലിയ ലീഡേഴ്സ് തന്നെ വരാം, പുരുഷന്മാർ കൂടുതൽ ഇടപെടുന്ന മേഖല എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെ കാണാറില്ല. സ്ത്രീ നേതാക്കൾ എപ്പോഴും ഉണർന്നിരിക്കുകയും സജീവമായിരിക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശൈല ടീച്ചർ ഒരു ഉറങ്ങുന്ന ഒരു ദൃശ്യം നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നോക്കുമ്പോൾ നേരെ മറിച്ച് പുരുഷന്മാരങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ഇനി ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസത്തിൻ്റെ കൂടി കാര്യമുണ്ടോ? അതെനിക്ക് തോന്നുന്നു അത് ഈ ബയോളജിയേക്കാൾ കൂടുതൽ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാക്കുന്ന ചില വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ മധുവിനെ കൂട്ടി ചെയ്ത് 2 നേതാക്കളെ എടുക്കാം. നമ്മൾ ഒരു പുരുഷ നേതാവിനെ സമീപിക്കുന്ന രീതിയിൽ അയാളുടെ സമയം ആവശ്യപ്പെടുന്ന രീതിയിലല്ല ഒരു സ്ത്രീ നേതാവിൻ്റെ സമയം ആവശ്യപ്പെടുന്നത്. പൊതുവിൽ സമൂഹം
മോശമാണത്. പക്ഷെ എന്നാൽ പോലും ഒരു പാട്രിയാർക്കൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ചില ഡിസ്കൗണ്ടുകൾ അനുവദിക്കും. ഡിസ്കൗണ്ട് അനുവദിക്കും തന്നെ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ തന്നെ പറയുന്നതല്ല, സ്ത്രീയല്ലേ, അവരൊരു 9:30 ആകുമ്പോൾ പോയിക്കോട്ടെ എന്നൊക്കെയുള്ള ഇത്തരം ഡിസ്കൗണ്ടുകൾ പൊതുവിൽ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഒന്ന് ഈ ശൈലജ ടീച്ചറിന് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും പൊതുവിൽ നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ആ ഡിസ്കൗണ്ട് കൊണ്ടായിരിക്കണം, അല്ലാതെ ഒരു അണ്ടർലൈൻ മെക്കാനിസം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും, പ്രത്യേകിച്ച് ഈ ലോകത്ത് എവിടെയാണ് എന്നുള്ളതനുസരിച്ച്, റേസ് അനുസരിച്ച്. ഞാൻ റേസിനെ ഏതെങ്കിലും ഒരു റേസ് നല്ലതാണെന്നോ അല്ലെന്നോ അല്ല പറയുന്നത്, പക്ഷേ ചില ജീൻ പൂളുകൾ വ്യത്യസ്തമായിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെയുള്ള വ്യത്യാസങ്ങളല്ലാതെ ഇത്തരം വ്യത്യാസങ്ങൾ ബയോളജിക്കലി പോസിബിൾ അല്ല. ചിലപ്പോൾ ഈ അവരുടെ ഒരു ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ അലർട്ടായി നിരന്തരം ഇരിക്കുന്നുള്ള ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ സ്ത്രീകൾ ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ എത്ര നേരം പുരുഷൻ കൂടെ ഇരുന്നല്ല, അത് ചില കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മളെ ഈ നമ്മളെ സമൂഹം എങ്ങനെയാണ് പാകപ്പെടാത്തതിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ രാത്രി ബെഡിലിരുന്നാലും നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷെ അതിനെപ്പോലും അവർ ശ്രദ്ധിച്ചിരിക്കും. അവർ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് നമ്മളിരുന്നാലും അമ്മ അതിനേക്കാളും ശ്രദ്ധയോടെ ഇരിക്കുന്ന കാണാം. പിന്നെ ഓരോ ഈ 2 മണിക്കൂർ കൂടുമ്പോഴും പാല് കൊടുക്കുക, അറിയുക, ഇങ്ങനെയുള്ള വലിയ ഒരു കഠിന യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരതിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥയുണ്ട് അല്ലേ? അതിനകത്ത് അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനകത്ത് ബയോളജി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഈ വീണ്ടും സമൂഹം ഉണ്ടാക്കിയ ഒരു വ്യത്യാസമാണ്. അതായത് നമ്മുടെ ആളുകളോട് സംസാരിച്ചാൽ കുട്ടിയെ നോക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം അവർക്കാണെന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അപ്പോൾ ഈ പൊതുധാരണ അവർക്കും ഉണ്ട്, നമുക്കുണ്ട്, അവർക്കുണ്ട്. ഞാൻ പുരുഷനുണ്ട്, സ്ത്രീക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഭയങ്കര ആങ്സൈറ്റി കൂടുതലായിരിക്കും. ഭയങ്കര ആങ്സൈറ്റിയാണ്. ഈ കുഞ്ഞ് അടുത്തുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഈ ആങ്സൈറ്റി നമ്മുടെ ഉറക്കത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കൂടിയാണ് അതൊരു ഘടകമാണ്. അതിനുശേഷം ഇവരുടെ ശരീരഭാരം വർദ്ധിക്കുന്നതിനകത്തുള്ള ഒരു ഫാക്ടർ അത് മാത്രമാണെന്നല്ല, മറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതും ഒരു ഫാക്ടറാണ്. കാരണം ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വല്ലാതെ ഡിക്ലൈൻ ചെയ്യും. പിന്നെ ആ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ആ ഡിക്ലൈൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം വരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഉറക്കം ഇങ്ങനെ നഷ്ടപ്പെട്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ പോലുള്ള ചില എന്താ പറയുക ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ ഒരു ബോണ്ടേജ് ഉണ്ടാകും, അമ്മയും കൊച്ചും തമ്മിലുള്ളൊരു ബോണ്ടേജ്. അതിനെ സമൂഹം വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് അവരതിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു ബയോളജി ഉണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഉറക്കത്തെ ശരിയാക്കാന്നുള്ളതാണ്. ഉറക്കത്തെ ശരിയാക്കാന്നുള്ളത് അത് പൊതുവിൽ ഈ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളോട് പൊതുവിൽ വീട്ടുകാരൊക്കെ പറയുന്ന കുട്ടി ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങണം എന്നാണ്. അതായത് നമ്മളിപ്പോൾ രാവിലെ ആയാലും ഉച്ചയായാലും ഒന്നും നോക്കാതെ കുട്ടി ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങുക. ഇതൊരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. അപ്പോൾ കുട്ടി ഉറങ്ങുമ്പോൾ ഉറങ്ങുക, കുട്ടി എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കുക. ഒരു രീതിയിൽ മോശം, ഒരു രീതിയിൽ നല്ലതാണ്. ഒരു രീതിയിൽ നമ്മൾ പറയുന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ ഇത് ഈ കോമ്പൻസേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയൊക്കെ സമയവ്യത്യാസം ഇല്ലാതെയാണ് ഉറങ്ങുക. ആ സമയത്ത് ഏകദേശം ഞാൻ അടുത്ത് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് കാരണം ഒരു സമയവ്യത്യാസം ഇല്ലാതെ കൊച്ച് രാവിലെ 11 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ അവർ രാവിലെ 11 മണിക്ക് ഉറങ്ങുന്നു, വൈകുന്നേരം 3 മണിക്ക് ഉറങ്ങുന്നു, 3 മണിക്ക് ഉറങ്ങുന്നു. എന്നിട്ട് ഈ കൊച്ചു ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ഇവർ ഉണർന്നിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അവിടെ ബയോളജി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റേത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ശരിക്കും എത്ര സമയം ഉറങ്ങണം ഒരാൾ? അങ്ങനെ ഉണ്ടോ, കണക്കുണ്ടോ? ഒരു പ്രശ്നമുള്ള ചോദ്യമാണ്. ഈ 99% മനുഷ്യരും 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങണം. അതങ്ങനെ അല്ലാത്ത മനുഷ്യരുണ്ട്. ഉറക്കം നേരത്തെ വരുന്ന മനുഷ്യരുണ്ട്, ഉറക്കം വൈകി വരുന്ന മനുഷ്യരുണ്ട്, നേരത്തെ എഴുന്നേക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട്, വൈകി മാത്രം എഴുന്നേക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ബയോളജിക്കൽ ക്ലോക്ക് ഒരു മെക്കാനിക്കൽ ക്ലോക്ക് പോലെയാണ്. എല്ലാ ദിവസവും രാവിലെ എനിക്ക് കീ കൊടുക്കണം. അല്ലാതെ ബാറ്ററി വെച്ച് വർക്ക് ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യില്ല. അപ്പോൾ രാവിലെ ആകുമ്പോൾ അതിന് കീ കൊടുത്ത് നിർത്തുന്ന പോലെയാണ്. അപ്പോൾ ഈ ചില ആളുകളുടെ ഈ ക്ലോക്കിനകത്ത് 10, 25, 26 മണിക്കൂറൊക്കെ ഉണ്ട്. ചിലർക്ക് 22 മണിക്കൂറൊക്കെ ഉള്ളൂ. ഈ 22 മണിക്കൂറൊക്കെ ഉള്ള മനുഷ്യർ നേരത്തെ കിടന്നുറങ്ങും, നേരത്തെ എഴുന്നേക്കും. പക്ഷേ 26 മണിക്കൂറുള്ള മനുഷ്യർ പതുക്കെ ഉറങ്ങുള്ളൂ. കാരണം അവരുടെ രാത്രി ആവുന്നത് വൈകിയ. അപ്പോൾ അവരെ പൊതുവെ നമ്മൾ നൈറ്റ് ഔൾസ് എന്നൊക്കെയാണ് വിളിക്കുക. മറ്റേവരെ മോർണിംഗ് ലാർക്ക് എന്നാണ് വിളിക്കുക, രാവിലെ നേരത്തെ എഴുന്നേക്കുന്ന. അപ്പോൾ മനുഷ്യരിലെ വ്യത്യാസമുണ്ടല്ലോ. ചിലർക്ക് ഇപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കാനാണ് പറ്റുന്നത്, ചിലർക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബയോളജിക്കൽ ക്ലോക്കാണ്. സിർക്കാഡിയൻ റിതം എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൻ്റെ മെക്കാനിസം വർക്കൗട്ട് ചെയ്തതിന് നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ്. അപ്പോൾ അതിൽ ആ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിന് പഠിക്കണം എന്നൊക്കെ ചില ആൾ പറയുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതെ, അത് നമ്മുടെ ക്ലോക്ക് അനുസരിച്ചിരിക്കും. ചിലർക്ക് ശാരീരിക അവസ്ഥയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഞാനൊരു നൈറ്റ് ഔൾ പേഴ്സണാണ്. എനിക്ക് രാത്രി ഉറക്കം
ഉറക്കം കളഞ്ഞിരിക്കാനാണ് എളുപ്പം. ആ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് കഴിയുന്നതും പുലർച്ചെയുള്ള ട്രെയിനുകളൊക്കെ ഒഴിവാക്കുകയാണ് പതിവ്. ശരി. രാത്രി എത്ര നേരം മണി ഇരിക്കാം, ഉറങ്ങാതിരിക്കാം. പക്ഷേ രാവിലെ ഈ 5 മണിക്കൊന്നും എഴുന്നേക്കുക എന്നെ കൊണ്ട് സാധ്യമായ കാര്യമല്ല. അങ്ങനെയുള്ള എന്നെ പിടിച്ച് 3 മണിക്ക് എഴുന്നേറ്റ് എഴുതി കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ഉണ്ടാവില്ല. തലച്ചോറിൻ്റെ ഈ മുൻഭാഗം, ഞാൻ ഈ കൈവെക്കാൻ നേരത്ത് കവർ ചെയ്യുന്ന ഈ ഭാഗം, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് വിളിക്കുന്ന ഈ ഭാഗം ഉണർന്ന് എഴുന്നേൽക്കൂല മുഴുവനായിട്ട്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്നെ പിടിച്ചിട്ട് മാത്സ് ഹോംവർക്ക് ചെയ്യാൻ രാവിലെ വിളിച്ചെഴുന്നേപ്പിച്ചിരുത്തിയാൽ ഞാൻ മാത്സ് ഹോംവർക്കൊന്നും അല്ല ചെയ്യുന്നത്. എനിക്കതിനുള്ള എന്തില്ല. പക്ഷെ അതേസമയം ചിലർക്ക് ആ സമയത്താണ് നല്ല ഉണർവ്. അത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ കോർട്ടിസോളിൻ്റെ അളവാണ് നമ്മുടെ ഉണർച്ചയെ തീരുമാനിക്കുന്നത്. ഈ കോർട്ടിസോൾ എപ്പോഴാണ് എഴുന്നേറ്റ് മുകളിൽ പോകുന്നത്? ഒട്ടുമിക്ക ആളുകളിലും ഇതൊരു 5 മണി കഴിയുന്ന സമയത്താണ്. കാരണം ഒട്ടുമിക്ക ആളുകളുടെയും ക്ലോക്ക് 24 മണിക്കൂറാണ്, അകത്തുള്ള ക്ലോക്ക്. ചില ആളുകളുടെ ക്ലോക്ക് കുറവും ചില ആളുകളുടെ ക്ലോക്ക് കൂടുതലുമാണ്. അപ്പോൾ അത്തരം മനുഷ്യരെപ്പോഴും വ്യത്യസ്തമായിട്ടിരിക്കും. ഈ കുട്ടികൾ കൂടുതൽ ഉറങ്ങണം എന്ന് പറയല്ലോ, അവർ ഉറങ്ങണം? തീർച്ചയായും ഉറങ്ങണം. ഒരു 10 മണിക്കൂറിനടുത്തെങ്കിലും ഉറങ്ങണം. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ക്ഷീണം കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. ഈ സമയത്ത് നമ്മുടെ തലച്ചോറ് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പഠനം നടക്കുന്നത്, ഓർമ്മയുടെ കൺസോൾട്ടേഷൻ നടക്കുന്നത് ഉറക്കത്തിലാണ്. ശരി. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സീബ്ര ഫ്ലിഞ്ച് എന്ന് പറഞ്ഞൊരു ഫിഞ്ചസ് എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. രസമായിട്ട് പാട്ട് പാടുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷി പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ഉറക്കാൻ നേരത്ത് അത് പാട്ട് പാടുകയല്ല പ്രാക്ടീസ് ചെയ്യുന്നത്, പക്ഷെ പാട്ട് പാടി രാവിലെ ഉണർന്ന് പാട്ട് പാടുമ്പോൾ അതിൻ്റെ തലച്ചോറിനകത്തുള്ള മസ്തിഷ്കത്തിനുള്ള ഏതൊക്കെ നെർവ് സെല്ലുകളാണോ ആക്ടിവേറ്റ് ആകുന്നത് അതെല്ലാം രാത്രി പലവരും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പലവരും ആവർത്തിച്ച് വായിച്ച് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുകയാണ്, ഇതിങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ ഉറങ്ങുക എന്നുള്ളത് വെറുതെ തളർച്ച മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കണമെങ്കിൽ അവർ ആവശ്യത്തിന് സമയം ഉറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉപബോധവുമായി കണക്റ്റഡ് ആണല്ലേ നമ്മളെ? ഉപബോധത്തിൽ സ്വപ്നമോ മറ്റ് കണക്ഷൻ പ്രവർത്തനം നടക്കുമ്പോൾ ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് നമ്മളെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അതായത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഉറക്കത്തിന് പല ഘട്ടങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം തലച്ചോറ് ഒരുപോലെയല്ല. അതിലൊരു ഘട്ടത്തിൽ തലച്ചോറ് ശരിക്ക് ഉണർന്നിരിക്കുന്ന അത്രയും തന്നെ ആക്റ്റീവാണ്. നമ്മൾ റെം സ്ലീപ്പ് എന്നൊക്കെയാണ് പറയുക. കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, ചെറിയ കുട്ടികൾ ഉറങ്ങുമ്പോഴേ നമ്മളവർ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, തീരെ ചെറിയ കുട്ടികൾ. അപ്പോൾ നമ്മൾ നോക്കിയാൽ അവരുടെ കൺപോള കംപ്ലീറ്റ് അടഞ്ഞിട്ടില്ല. ആ കൺപോളിൻ്റെ ഇടയിൽ കൂടി കൃഷ്ണമണി ഇങ്ങനെ അനങ്ങുന്നത് കാണാനായിട്ട് പറ്റും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുങ്ങളെ നോക്കിയിരിക്കുമ്പോഴേ അത് കാണുള്ളൂ. കൃഷ്ണമണി ഇങ്ങനെ അനങ്ങുന്നുണ്ട്, പക്ഷേ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ ഉറങ്ങുകയാണ്. റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഈ സമയത്ത് നമ്മുടെ മസ്തിഷ്കം ശരിക്കും ആക്റ്റീവാണ്. ആ സമയത്ത് കാണുന്ന സ്വപ്നങ്ങളൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. നമ്മളെല്ലാ സമയത്തും സ്വപ്നം കാണുന്നു, പക്ഷേ ആ സമയത്ത് കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മൾ ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻപുട്ടുകൾ, നേരത്തെ ഉണ്ടായ ഇൻപുട്ടുകളെല്ലാം എന്ത് ചെയ്യാണ്, പ്ലേ ചെയ്യുകയാണ്. അതിനെ എവിടേക്കാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ മസ്തിഷ്കം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിനകത്ത് അങ്ങനെ മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും നടക്കുന്നുണ്ട്. ഇങ്ങനെ പലവിധ പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ട് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറക്കത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 വ്യത്യസ്ത തലങ്ങളിൽ സ്വപ്നവും അതിന്റെ അവസാനത്തേക്ക് കടന്നു വരുന്ന ഇതായിരിക്കും അല്ലേ? സ്വപ്നം പല ഘട്ടങ്ങളിലും കടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവിൽ ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഉള്ള സ്വപ്നങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. കാരണം ആ സമയത്ത് മെമ്മറി കൺസോൾട്ടേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോഴാണ് അത് ഓർത്ത് വെക്കുക. ഞാൻ ഇതിനു മുമ്പ് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഉദാഹരണമുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സെൻസിബിളായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഭാഗം കംപ്ലീറ്റ്ലി ഓണല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുസ്തകം എഴുതുകയാണെന്ന് വിചാരിക്കുക. പുസ്തകത്തിൻ്റെ കടലാസുകൾക്ക് നമ്പർ ഇട്ടിട്ടില്ല, എന്നിട്ട് ബൈൻഡ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് അറിയില്ല ഏത് കടലാസാണ് ആദ്യം വെക്കേണ്ടത്, ഏത് കടലാസാണ് അവസാനം വെക്കേണ്ടത്. അപ്പോൾ അയാൾക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ ഈ കടലാസുകളെല്ലാം കൂടി കൂട്ടി കെട്ടി ഒരു പുസ്തകം ഉണ്ടാക്കുന്നു. ഇന്നിപ്പം അത്തരം പരീക്ഷണങ്ങൾ വളരെ വ്യാപകമാണ്. ബുക്കിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞ പരീക്ഷണമുണ്ട്. അതായത് ഓരോ പേജ് വീതം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നു, ഒരു ബോക്സിനകത്ത് ഇടുന്നു. നിങ്ങൾ ഓരോ പ്രാവശ്യം എടുത്ത് വായിക്കുമ്പോഴും ഓരോ കഥയാണ് അതിൽ നിന്ന് ഉണ്ടാവുക. ക്രാഫ്റ്റിലുള്ളൊരു പരീക്ഷണമാണ്. ഭയങ്കര രസകരമായിട്ട് പോർച്ചുഗൽ എഴുത്തുകാരൊക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള പേരാണ്. ഈ പല സ്ഥലത്ത് നമ്മൾ എടുക്കുന്നു, പല പല കഥകളാണ് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ കണ്ണും കാതും ഒക്കെ അടഞ്ഞിരിക്കുകയാണ് ഉറക്കത്തിൻ്റെ സമയത്ത്. പക്ഷേ നമ്മുടെ മെൻ്റൽ പിക്ചേഴ്സ്, തലച്ചോറിനകത്ത് ഈ പിക്ചേഴ്സ് വരുന്നു. ഈ പിക്ചേഴ്സ് എങ്ങനെയാണ് അടുക്കേണ്ടതെന്ന് നമുക്ക് ധാരണയില്ല. കാരണം ഇതിന് യുക്തിസഹമായി അടുക്കേണ്ട ആൾ ഉറങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല.
ഇപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കൂട്ടിക്കെട്ടും. അപ്പോഴാണ് ഈ സ്വപ്നത്തിൽ വളരെ എന്താ പറയുക എബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉദാഹരണം, ഞാൻ പല വർഷം പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഇതാണ്. ഇപ്പോൾ നമ്മൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾ സ്വപ്നം കാണുകയാണ്. അപ്പോൾ അയാൾ കുവൈറ്റിൽ ജോലി ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴെ വരുമ്പോൾ അവിടെ ഒരു ഓട്ടോ ഉണ്ട്. അയാൾ ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നു, ആ ഓട്ടോയിൽ കയറുന്നു. അയാൾ പാലക്കാടുള്ള അയാളുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വരുമ്പോൾ അയാളുടെ ഭാര്യയും ഭാവനയും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഭാവന ചോദിക്കുന്നത് ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോയില്ലേ. ഇതൊരു സ്വപ്നമാണ്. ഇത് ഉണർന്നിരിക്കുമ്പോഴാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആകെ അപ്സെറ്റ് ആകും. കാരണം കുവൈറ്റിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ ഓട്ടോ ഉണ്ടാവില്ല. ആ ഓട്ടോയിൽ കയറിയാൽ പാലക്കാട് വരാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ എത്തുമ്പോൾ വീട്ടിൽ ഭാര്യയും ഭാവനയും കൂടി നിൽക്കേണ്ട കാര്യമില്ല. ഭാവന ഇയാളോട് ക്രിക്കറ്റ് കളിക്കാൻ പോയില്ലെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഉറക്കത്തിൽ ഇത് നമുക്ക് പ്രശ്നമല്ല. കാരണം ആ യുക്തിസഹമായി ചിന്തിക്കാനുള്ള സ്വിച്ച് ഓഫാണ്. അപ്പോൾ കിട്ടുന്ന ചിത്രങ്ങളെ ഏറ്റവും യുക്തിസഹമായി ചേർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഈ സ്വപ്നങ്ങളെല്ലാം സ്ട്രേഞ്ച് ആയിട്ടിരിക്കുന്നത്. ശരിയാ. അതിനെപ്പറ്റി ഒരു പ്രത്യേകമായിട്ട് നമുക്ക് സംസാരിക്കാം. സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് തന്നെ പോവാം. അതായത് ലോകകപ്പിലേക്ക് വരാം. ഈ ലോകകപ്പ് ഇപ്പൊ കാണുന്നു, അതിന്റെ ഉറക്കം അതുമായി ബന്ധപ്പെട്ട് വരുന്നു. നമ്മൾ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് കായിക ഇനങ്ങൾ കാണുന്നതിന്റെ ഒരു പശ്ചാത്തലവും അതേസമയം മറ്റ് വിനോദോപാധികൾ, ഇതും വിനോദമാണ്. സിനിമ പോലെയുള്ള സിനിമ കാണുമ്പോഴുള്ള ഒരു ഉറക്കത്തെ സമീപിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ്. അവിടെ നമ്മുടെ ഉറക്കം, ഇവിടെ നമ്മുടെ ഉറക്കം വ്യത്യാസമുണ്ട്. അതിലെന്താ വ്യത്യാസം? അതെന്താ അങ്ങനെ? നമ്മളൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവിൽ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിലാക്സ്ഡ് ആയിട്ട് കാണാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് റിലാക്സേഷനാണ്. ചില ആക്ഷൻ സിനിമകളിൽ വ്യത്യാസമുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അതല്ലെങ്കിൽ പൊതുവിൽ സിനിമ റിലാക്സ്ഡ് ആയിട്ട് കാണാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ തിയേറ്ററിലെ സീറ്റുകളെല്ലാം വളരെ കുഷ്യനൊക്കെയുള്ള, നല്ല പുൾ ബാക്കുള്ള, നല്ല സമാധാനമായിട്ട് വലിഞ്ഞ് കിടന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള റിക്ലൈനേഴ്സ് ഒക്കെ തിയേറ്ററിലുണ്ട്. റിക്ലൈനർ സ്റ്റേഡിയത്തിലില്ല. അതിന് കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ തിയേറ്ററിനകത്ത് ഞാൻ പറഞ്ഞു റിലാക്സ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ റിലാക്സേഷന് പറ്റിയ രീതിയിലായിരിക്കും അതിൻ്റെ ആംബിയൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. രണ്ട്, നമ്മൾ സിനിമ കാണേണ്ടത് മേളിലേക്ക് നോക്കിയാണ്, സ്ക്രീൻ മേളിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴുത്തിന് വലിയൊരു സ്ട്രെയിനുണ്ട്. ആ സ്ട്രെയിൻ ഒഴിവാക്കുക എന്നുള്ളതുകൂടി ഇതിനെല്ലാം ഉണ്ട്. സ്റ്റേഡിയത്തിലെ കളി മേളിൽ നിന്ന് താഴോട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞ് ഇരുന്നാണ് കളി കാണുന്നത്. ഈ ആഞ്ഞിരിക്കുമ്പോൾ പൊതുവിൽ നമ്മുടെ ശരീരം വളരെ ആക്റ്റീവാണ്. നമ്മൾ പഠിക്കാനിരുത്തുമ്പം കട്ടിലിരുത്തി കുട്ടികളെ പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ പിന്നെ സോഫയിലിരുത്തി പഠിപ്പിക്കില്ല, ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലിരുത്തിയാണ് പഠിപ്പിക്കുക. കാരണം അങ്ങനെ ഇരിക്കാൻ നേരത്ത് അപ്രൈറ്റ് പൊസിഷനാണ്. ഈ അപ്രൈറ്റ് പൊസിഷനിൽ പൊതുവിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവാണ്. അതിനകത്ത് ചില എർഗണോമിക്സ് ഒക്കെ ഉണ്ട്, കസേരയുടെ എർഗണോമിക്സ് ഒക്കെ ഉണ്ട്. അത് അവിടെ നിന്നാലും അപ്പോൾ സ്റ്റേഡിയത്തിലെ കസേരകളൊക്കെ നോക്കിയാൽ അത് ഡിസൈൻ ചെയ്യുന്നതിന് പിന്നിൽ മറ്റ് പല ഫാക്ടേഴ്സാണ്. കാരണം അത് വെയിലും മഴയും കൊണ്ടാലും ഒന്നും ആവരുത്, പിന്നെ എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റണം, കാരണം ഇത്രയധികം കസേരകളുണ്ട്, ഡ്യൂറബിൾ ആയിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇരുന്ന് കഴിയാൻ നേരത്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു എലമെന്റ് അതിനകത്ത് ഇല്ല. ശരിക്കും സ്റ്റേഡിയത്തിലെ കസേരയിൽ ഇരിക്കുന്ന അത്ര സുഖകരമായ ഒരു കാര്യമല്ല. നമ്മൾ അറിയാത്തതിന് കാരണം നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ആ ഗെയിമിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് തരത്തിലാണ്. ആ വ്യത്യാസമാണ് മറ്റ് വിനോദോപാധികളോട് താരതമ്യം ചെയ്യുമ്പോൾ സ്പോർട്സ് നമുക്ക് തരുന്ന വ്യത്യാസം. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ട് ഒരു ലോങ് മാച്ച്, ഫുട്ബോൾ മാതിരിയല്ല, ക്രിക്കറ്റൊക്കെ ടെസ്റ്റൊക്കെ പോയി സ്റ്റേഡിയത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നടുവിനെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ഇത് ടി വിയിൽ ഇത്രയും പോപ്പുലർ ആകുന്നത്. കാരണം വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത് കാണാം എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അതിനകത്തൊരു ഇങ്ങനൊരു സൈഡ് കൂടി ഉണ്ട്. അത്യധികം നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുക ഈ ഫുട്ബോളിൻ്റെ ഉറക്കം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്താൽ മതി, കളിയെ ബാധിക്കരുത് എന്നാണല്ലേ. അതായത് ആളുകൾ കളി കാണണം. പിന്നെ അത് പിന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ രസമുള്ളൊരു കാര്യമുണ്ടല്ലോ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കപ്പുറം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു വലിയ ഇത് ഫുട്ബോളിനുണ്ട്. ഇന്ത്യ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പോലുമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു കാര്യം കാണരുത് എന്ന് പറയുന്നത് കുറച്ച് ഗൗരവമാണെന്ന് തോന്നുന്നു. അതേസമയം ഉറക്കം പൂർണ്ണമായി ഇല്ലാതാവുന്നതും അത്ര നല്ല അവസ്ഥയല്ല. പ്രത്യേകിച്ചും പിറ്റേ ദിവസം രാവിലെ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണിയിൽ എത്രത്തോളം ശ്രദ്ധ ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ച്, ഞാൻ പറയുന്നത് ഫുട്ബോൾ കളി കണ്ട് പിറ്റേ ദിവസം സർജറിക്ക് വരുന്ന ഒരു സർജൻ്റെ മുന്നിൽ പോയി കിടക്കാനുള്ള എൻ്റെ ധൈര്യം ഒരിച്ചിരി കുറവാണ്. അതുപോലെ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ പൊതുവിൽ ആ റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് സർജനെ സംബന്ധിച്ചുള്ളത് അറിയാമെന്നുള്ളതുകൊണ്ട് അയാളത് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതുണ്ട്. കോമ്പൻസേറ്റ് ചെയ്യണം. ആ കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ ശരീരം നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ
കാഴ്ചക്കാരെ ഒന്ന് അലർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഫുട്ബോൾ കളിയെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങളൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളത് കൂടി ഈ അഭിമുഖത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ട് മാഷ് പറഞ്ഞു. വളരെയധികം നന്ദി ഇത്രയും നേരം ന്യൂസ് അറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരോട് സംവദിച്ചതിന്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.